ഗോണ്ടലിലെ രാജാക്കന്മാർക്ക് കൊട്ടാരത്തിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനേ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ബോഗി നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഇന്ന് നമ്മൾ ഓർച്ചാഡ് പാലസിൽ തന്നെയാണ്. ഓർച്ചാഡ് പാലസിൻ്റെ ഉള്ളിലൊരു മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഗോണ്ടലിലെ രാജാക്കന്മാർ വലിയ യാത്രാപ്രിയരായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു റെയിൽവേ ബോഗി അല്ലെങ്കിൽ ആ റെയിൽവേ സലൂൺ, റോയൽ സലൂൺ ഉണ്ടായിരുന്നു. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇത് ഈ ഓർച്ചാഡ് പാലസിൻ്റെ സൈഡിലായിട്ട് ഇവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഈ സലൂണ്. നമുക്ക് മുന്നിൽ കാണാം, ഒരു റെയിൽവേ ബോഗിയാണ് സംഭവം. അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ റെയിൽവേ ലൈൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വളരെ മനോഹരമായൊരു ബോഗി ഇങ്ങനെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പണ്ട് രാജാക്കന്മാർ യാത്ര ചെയ്താണ്. ഗോണ്ടലിലെ രാജ്യത്തിൻ്റെ ചിഹ്നമൊക്കെ ഇവിടെ കാണാൻ കഴിയും. നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ റെയിൽ പാളങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ ഒരു ബോഗി പല ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിലെയും രാജാക്കന്മാർക്ക് ഇങ്ങനെ സ്വന്തമായ റെയിൽവേ ബോഗി ഉണ്ടായിരുന്നു. ഇവർ യാത്ര ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇവർ എഞ്ചിനുമായിട്ട് ഘടിപ്പിച്ച് ഇവിടുന്ന് തന്നെ യാത്ര പോവുകയാണ് പതിവ്. അപ്പോൾ അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഈ ബോഗിയിൽ ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഈ ബോഗിയുടെ കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. पर्सनल सलून है, किचन है. बाथरूम, बाथरूम और डाइनिंग एरिया. और ये कल्ली सोडा രാജാവിൻ്റെ ഡൈനിങ് ഏരിയ. ഇതുപോലെ ട്രെയിൻ നമ്മൾ ബിക്കാനീർ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. ബിക്കാനീർ ലാൽഗഡ് പാലസിന്റെ വീഡിയോ നോക്കിയാൽ മതി. ഇതെല്ലാം തടി വെച്ച ഈ സൈഡ് ചെയ്ത് വെച്ചേക്കുന്നു. ഗോണ്ടൽ സ്റ്റേറ്റിന്റെ മാപ്പ്. ഇതാണോ രാജാവിന്റെ ടോയ്ലറ്റ്? നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബെഡ്റൂം, ഒരു അലമാരിയും കാണാം. അലമാരി കാണിക്കാൻ ഇത് ഓടും, ഇതോടും ട്രെയിനിൽ അറ്റാച്ച് ചെയ്ത് ഓടും രാജാവിന് സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേകം. ഇതൊക്കെ ആയിരുന്നു ഈ റോയൽ സലൂണിന്റെ കാഴ്ചകൾ. സിഗ്നൽ, അത് ട്രെയിനിന്റെ സിഗ്നൽ അല്ലേ, റെഡും. So then, why?